ഇവരിതെല്ലാം കൂടെ എന്തുവാ, എങ്ങോട്ടാ എന്നൊക്കെ ആയിരിക്കില്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലിൽ പോകുന്ന കാര്യം. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരോട് കൊടൈക്കനാലിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സീനാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ചപ്പുറത്ത് തന്നെ കേട്ടോ. അമ്മ അങ്ങനെ എന്നെ കാണാതിരുന്നിട്ടൊന്നുമില്ല. ഞാൻ ലാലൂസിൻ്റെ കൂടെ തൃശ്ശൂർ ജോലി സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ട്. അപ്പോഴൊരു 2 ദിവസത്തേക്കുള്ളിൽ എൻ്റെ അമ്മയോടെ നിർത്തത്തില്ല. അപ്പോഴേ അമ്മ പറയാം അവളെ ഇവിടെ കൊണ്ടുപോകാൻ, മോനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോഴേ കരച്ചിലും പിടിച്ചിലും ബഹളമൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ട് വേണം യാത്ര തിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തി. അമ്മയ്ക്ക് ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറയുന്ന സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അച്ഛൻ എന്നോട് സംസാരിച്ചിട്ട് കയറി അകത്തോട്ട് പോകട്ടോ, എനിക്കത് അച്ഛൻ ഇറങ്ങി വന്നത് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. അച്ഛൻ നല്ല വിഷമമുണ്ട്. അച്ഛനങ്ങനെ വീട്ടിലൊന്നും ഇരുന്നിട്ടില്ല. സൂക്ഷിച്ചൊക്കെ പോകണമെന്ന് ഒത്തിരി വട്ടം നടത്തുമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും കയറിപ്പോയി. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. പമ്പിലെത്തി, പെട്രോൾ അടിച്ചു. പിന്നെ കുറേ ദൂരം താണ്ടി, അതായത് പത്തനംതിട്ട റാന്തിയോടടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പള്ളി കാണുന്നത്. ഈ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടമായി. ഞാൻ പറഞ്ഞ ലാലു സൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്ന സമയത്ത് ചിക്കുനും ദിവ്യയ്ക്കും പൊരി വേണമെന്ന്. അങ്ങനെ അവർ രണ്ടുകൂടെ പൊരി മേടിക്കാനായിട്ട് ഇറങ്ങിയ സീനാണ് നിങ്ങൾ കാണുന്നത്. പൊന്നി പോകുന്നില്ല എന്ന് പറഞ്ഞ് പൊന്നി അങ്ങ് കയറി. അവർ രണ്ടുകൂടെ പിന്നെ പൊരിയൊക്കെ നോക്കി. അപ്പോഴത്തേക്ക് തന്നെ പൊടിമോൾ എൻ്റെ നെഞ്ചത്തോടെ നല്ല ഉറക്കമായി. ലാവിയാണ് പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും കാഴ്ചകൾ കാണാനൊട്ടും പുറകിലോട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനും ഓരോ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവരെ പൊരി ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് തിരിച്ചു വന്നു. കാറിൽ കയറുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ദൂരം പോയി. അപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ലാലൂസിൻ്റെ അടുത്ത് ഇറങ്ങി എന്തെങ്കിലും വാങ്ങിച്ചതാണ്. അങ്ങനെ ഞാൻ ചായ കുടിക്കാറില്ല, എനിക്കൊരു കോഫി വാങ്ങിച്ച് തന്നു. കോഫി കുടിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ വയറ് കാലിട്ട് എനിക്ക് ദൂരെ യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നല്ലൊരു ഉറക്കം വെച്ച് കൊടുത്തു. നല്ല ഉറക്കമെന്ന് പറഞ്ഞാൽ നല്ലൊരു ഉറക്കം. പുലർച്ചെ ആയപ്പോഴത്തേക്ക് ലാലൂസ് വിളിച്ചുണർത്തിയപ്പം ഞാൻ എടുത്ത സീനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ കോലം കണ്ടേ, ഞാൻ നല്ല ടയർഡായി, നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. തലയൊക്കെ ചുറ്റി കറങ്ങി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഉറക്കത്തിന് എണീക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. വീണ്ടും പുലർച്ചെ നല്ല രീതിയായി വന്നു. നല്ല സീൻ. ലാലൂസ് പറഞ്ഞിട്ട് ഈ സീനൊക്കെ നീ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് വിളിച്ചുണർത്തി. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കുറേ നേരം ഞാൻ ക്യാമറ പിടിച്ച് എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി, എന്താണ് എൻ്റെ മുഖത്തിന് പറ്റിയത് എന്ന് ഞാൻ തന്നെ നോക്കിയിരുന്നു. എനിക്കിതിനെ ചിരി വരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറേ, അതായത് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ബോർഡർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു ഹോട്ടൽ കണ്ട്. അങ്ങനെ ആ ഹോട്ടലിൽ കയറി. നല്ല ഇഡലിയും പിന്നെ ചട്നിയും സാമ്പാറും പിന്നെ എരിച്ചമ്മന്തിയും വടയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഫുഡ് അങ്ങോട്ട്. എനിക്ക് ഇഷ്ടത്തെ കടയിലെ ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല വടയും ഒക്കെ ആയിരുന്നു. ഞങ്ങളമാർക്ക് വാങ്ങിച്ചു കൊടുത്തു, ഞങ്ങളും കഴിച്ചു. പൊടി ഉറക്കത്തിൽ കഴിഞ്ഞപ്പോൾ പൊടിയുടെ കോലം കണ്ട. ഞാൻ പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എന്നെ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ. പിന്നെ ഞങ്ങൾ വീണ്ടും കുറേ ദൂരം താണ്ടി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. മല കണ്ടപ്പോഴത്തേക്ക് ലാലൂസ് വീണ്ടും പറഞ്ഞു, എടുക്ക് വീഡിയോ, മല കണ്ടോ, മലയുടെ വീഡിയോ എടുക്ക്. അതാട്ടോ. പക്ഷേ എന്നെ പിടിച്ച് നടുക്കിയിരുത്തിയിരിക്കുക കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര വീഡിയോസ് ഇങ്ങോട്ട് പകർത്തി എടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ വീഡിയോസും ഞാൻ അത് പകർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഊട്ടി പോയതാണ് ഫ്രണ്ട്സ്. അപ്പം എനിക്കൊരാഗ്രഹം ഊട്ടിയിലെ ബ്ലാക്ക് തണ്ടർ പാർക്കിൽ ഒന്നും കൂടെ ഒന്ന് പോകണമെന്ന്. ഞാൻ ബ്ലാക്ക് തണ്ടർ പാർക്കിൽ ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത സ്ഥലമായിരുന്നു അത്. അവിടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ കെട്ടിനടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് കൊടൈക്കനാൽ ക്യാൻസൽ ചെയ്തിട്ട് ഊട്ടി പോകാന്ന്. അപ്പൊ കിലോമീറ്റർ നോക്കിയപ്പോഴത്തേക്ക് സമ്മതിക്കോ, നീ പറയാ സമ്മതിക്കോ? അപ്പോഴത്തേക്ക് ഞങ്ങള് മാറ്റി പിടിച്ചങ്ങനെ വീണ്ടും കൊടൈക്കനാലിലെത്തി. ശരിയാണ് കേട്ടോ, കാറിനകത്തൊക്കെ വരുന്നത് നല്ല റിസ്കി പരിപാടിയാണ്. അത് മാത്രമല്ല വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നത് കൊണ്ടാവായിരിക്കാം എനിക്ക് ലോങ് യാത്ര ചെയ്തിട്ട് തലചുറ്റലും ക്ഷീണവും. ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത്. ദേവി ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടാ. എന്റെ മക്കള് ഞാനിവിടെ കാറിനകത്ത് പുതച്ചു മൂടിക്കിടന്ന് നല്ല ഉറപ്പായിരുന്നു. ഇല്ലേ,
ചോദിക്കണമെന്ന് വിചാരിച്ച, കാരണം ഇവിടെ വ്ളോഗിനകത്ത് അത് കേട്ടതായിരുന്നു. അല്ല സമയമുണ്ടല്ലേ? ഇനി പറയാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഫാമിലിയായിട്ട് വന്നതാണ്. അപ്പോൾ ഫാമിലിയായിട്ട് കൊടൈക്കനാലിൽ വരുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓൾറെഡി ഇ പാസ് എടുക്കുന്ന കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റോയൽ മിസ്റ്റ് എന്നായിരുന്നു റൂം ബുക്ക് ചെയ്തത്. വളക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവരെ വിളിച്ചു, ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, ലൊക്കേഷൻ ഇടാം, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ 2,800-നായിരുന്നു റൂം ബുക്ക് ചെയ്തത്. 7 പേഴ്സൺ മീൻസ് ലാലുസും ഞാനും ദേവികയും ചിക്കുകൂടെ 4 പേര്, പിന്നെ ചിൽഡ്രൻസ് 3 പേര്. അപ്പോൾ നമ്മളവരെ വിളിച്ചപ്പോൾ ഒരു വാട്സപ്പിൽ ഇട്ട് തന്നത് നിങ്ങൾക്ക് വേണം ഞാനത് കാണിച്ചു തരാം. അവർ പറഞ്ഞത് 5,000 രൂപ ആവുന്ന റൂംസിന് 5,000 രൂപ അവർ കൊടുക്കെങ്കിൽ മാത്രം അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന്. മീൻസ് നമ്മൾ ബുക്ക് ചെയ്ത് നമ്മളാരായി, നമ്മളവിടെ ശശിയായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനും ലാലുസും മക്കൾസായിട്ട് കുറേ അന്വേഷിച്ചു, കുറേ സ്ഥലത്ത് പോയി റൂംസ് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും സെറ്റായില്ല. അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ ഫേസിൽ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ പിന്നെ ലാലുസിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പുള്ളി വിളിച്ചപ്പോൾ പുള്ളി കുറേ പേരുടെ നമ്പർ ഇട്ട് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ഇട്ടുന്ന നമ്പറാണ് മോഹനൻ എന്ന് പറഞ്ഞൊരു അക്ഷര നമ്പർ. ആ നമ്പറിൽ വിളിച്ചിട്ട് എന്തായാലും നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് RJ ഇന്ന് പറഞ്ഞൊരു റൂം നമുക്ക് സെറ്റായി. അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഒന്ന് കിടന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് ഉച്ചയായി ഞങ്ങൾ കേട്ടോ. രാത്രി ഇറങ്ങി ഞങ്ങൾ ഉച്ചയായി, റൂമൊക്കെ കിട്ടി സെറ്റായി. പിന്നെ കുളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ലാലുസും ഞാനും മക്കൾസോട് ഇറങ്ങിയ. ദേവിയും ചിക്കൻ റൂമിൽ റെഡി ആവുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച സ്ഥലമാണ് RJ റൂംസ് ആൻഡ് കോട്ടേജസ് എന്ന് പറഞ്ഞുള്ള നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ദേവികയും ചിക്കോടെ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അവിടെ പ്രത്യേകിച്ച് വലിയ ഫുഡൊന്നും ഇല്ല, എല്ലാ ഫുഡിനും നല്ല റേറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കണക്കൊന്നുമില്ല. നാട്ടിൽ നമ്മളൊരു 80 രൂപയുടെ ഊണിനകത്ത് 100 കൂട്ടം കറികളാണ്. ഇവിടെ ആകെ കിട്ടിയ 100 രൂപയുടെ ഒരു കൂട്ടം ചോറ്, സാമ്പാർ, 2 തോരൻ മാത്രമാണ് കിട്ടിയത്. അതിനകത്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ വലിയ ഫുഡൊന്നും ആഗ്രഹിച്ച് ഇങ്ങോട്ട് ആരും വരാൻ നിൽക്കേണ്ട. നമ്മളുടെ പക്ഷെ കൊള്ളാം കേട്ടോ, കഴിച്ചിട്ട് കൊള്ളാം. പക്ഷേ 100 രൂപയ്ക്ക് ഇല്ല കേട്ടോ. അതാണ്. അപ്പോൾ എല്ലാവരും റൂംസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ റൂംസിന് നേരെയുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് കയറി ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ട് കൊടൈക്കനാൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. പൊടി റക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.